നമസ്കാരം. കൊടിപ്പടയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൊടിപ്പട പാലക്കാടിന്റെ കോട്ടയിൽ. ഇത്തവണ സംസ്ഥാനത്തെ ഏറ്റവും ചൂടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഒന്ന് നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. കാലാവസ്ഥ കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും പാലക്കാടിന്റെ രാഷ്ട്രീയം ഇത്തവണ കൂടുതൽ ചർച്ചാ വിഷയമാണ്. കൊടിപ്പടയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പാലക്കാടിന്റെ രാഷ്ട്രീയത്തിലേക്ക് ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ശ്രീ MP രാജേഷ്, UDFിനെ പ്രതിനിധീകരിച്ച് ശ്രീ ഷാഫി പറമ്പിൽ MLA, BJP സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഒപ്പം പാലക്കാട്ടുകാരുമാണ്. ആദ്യം ശ്രീ MP രാജേഷ്, ആദ്യമേ റിപ്പോർട്ട് കാർഡ് ഇറക്കാൻ ധൈര്യം കാണിച്ചു, ഞാൻ ചെയ്തത് ഇതൊക്കെയാണെന്ന് പറയാനൊക്കെ ധൈര്യം കാണിച്ചു. പക്ഷേ ഏറ്റവും ഒടുവിൽ UDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തെരഞ്ഞെടുപ്പിന് കൂടുതൽ ചൂട് കൂടിയതായി തോന്നുന്നുണ്ടോ? ഇല്ല, പാലക്കാട്ട് ചൂട് എനിക്കൊരു പുതിയ കാര്യമില്ല. ഞാനിവിടെ ജനിച്ചു വളർന്ന് ഇത് എത്രയോ കാലമായിട്ട് അനുഭവിക്കുന്ന ഒരാളാണല്ലോ. ഞാൻ പ്രതീക്ഷിച്ചത് ബഹുമാന്യനായിട്ടുള്ള UDF സ്ഥാനാർത്ഥി, അദ്ദേഹത്തോട് എനിക്ക് വലിയ ആദരവാണ്. എൻ്റെ അച്ഛനേക്കാൾ കൂടുതൽ പ്രായമുള്ള ഒരാളാണ്. ആ ആദരവ് എല്ലാം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, അദ്ദേഹം ഇന്ന് ഈ ചർച്ചയിൽ ഉണ്ടാകും എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. അങ്ങനെ ആയിരുന്നെങ്കിൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ചർച്ച എന്ന നിലയിൽ വളരെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും അത് പ്രയോജനകരമാകുമായിരുന്നു. ഒരു പക്ഷേ ഇപ്പം ഞാനും ശ്രീമതി ശോഭാ സുരേന്ദ്രനുണ്ട്. ഞങ്ങൾ രണ്ട് പാവപ്പെട്ട സ്ഥാനാർത്ഥികളായതുകൊണ്ടായിരിക്കും ഇവിടെ ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഈ തിരക്കിനിടയിലും സമയം കണ്ടെത്തിയിട്ടുള്ളത്. ശ്രീ ഷാഫി പറമ്പില്ല, പറഞ്ഞതിൽ 2-3 സൂചനകളുണ്ട്. ആദ്യത്തേത് എനിക്ക് കിട്ടിയത്, ഞാനിവിടെ ജനിച്ചു വളർന്ന ഈ ചൂടറിയാവുന്ന സ്ഥാനാർത്ഥിയാണ് എന്ന് വെച്ചാൽ UDFിന്റെ ഇറക്കുമതി സ്ഥാനാർത്ഥിയാണ് എന്നൊരു ധ്വനി വേണമെങ്കിൽ വായിക്കാം. അച്ഛനേക്കാൾ കൂടുതൽ പ്രായമുള്ള, ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ വായിക്കും. അച്ഛനേക്കാൾ കൂടുതൽ പ്രായമുള്ള എന്ന് പറയുമ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ പ്രായം അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിയുടെ പ്രായവുമായുള്ള താരതമ്യം തീർച്ചയായും. പക്ഷേ ചോദ്യം വരുന്നത്, ഇത്തവണയും UDFിന് മണ്ഡലത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയില്ലേ എന്നുള്ളത് തന്നെയാണ്. ആദ്യമായി ഞാൻ ബഹുമാനപ്പെട്ട പാലക്കാട് MP പറഞ്ഞ കാര്യങ്ങൾ പ്രിയപ്പെട്ട PK ബിജു കേൾക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അദ്ദേഹം ഈ ഇറക്കുമതി സ്ഥാനാർത്ഥിക്കെതിരായിട്ടൊക്കെ പറയുമ്പോൾ ആലത്തൂർ സ്ഥാനാർത്ഥി ആലത്തൂർ ജനിച്ചതാണോ വളർന്നതാണോ ആലത്തൂരിലെ ചൂട് അനുഭവിച്ചതാണോ, അല്ലെങ്കിൽ ഷാനിക്ക് തോന്നുന്ന ധ്വനിയിൽ ഈ പറഞ്ഞതുപോലെ ബിജുവിന്റെ കാര്യം ഓർമ്മ വരരുത് എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. പാർലമെന്റ് ഇലക്ഷനിലൊന്നും അങ്ങനെ ഒരു പ്രാദേശികവാദം പറയുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. കേരളം പോലൊരു ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ വെറും 20 സീറ്റിലേക്ക് മത്സരം നടക്കുമ്പോൾ കാൻഡിഡേറ്റ്സ് തമ്മിൽ ജില്ല മാറി മത്സരിക്കാറുള്ളത് പതിവാണ്. ഇനി പാലക്കാടിന്റെ മണ്ണിൽ പ്രാദേശികവാദം പറയുകയാണെങ്കിൽ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 5 വർഷം പാലക്കാടിൽ നിന്നായിരുന്നു, മലമ്പുഴയിൽ നിന്നായിരുന്നു. അദ്ദേഹം മലമ്പുഴയിലാണോ ജനിച്ചത്? അദ്ദേഹം പാലക്കാടാണോ ജനിച്ചത്? ആലപ്പുഴയിൽ ജനിച്ചിട്ടാണ് അദ്ദേഹം ഈ മലമ്പുഴയിൽ വന്ന സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. അപ്പം ആ ധ്വനിയിൽ പാർലമെന്റ് ഇലക്ഷൻ പോലൊരു ഇലക്ഷനിൽ വലിയ അർത്ഥമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഷാനി പറഞ്ഞു ധ്വനി, അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഷാനി പറഞ്ഞു അച്ഛനേക്കാൾ പ്രായമുള്ള ആളാണ് കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. ഞാൻ പറയുന്നു ഒരുപക്ഷെ സത്യമായിരിക്കും, അദ്ദേഹത്തിന്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ആളായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ബഹുമാനപ്പെട്ട MP തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവിനേക്കാളും 15 വർഷം ഇളവുള്ള ആളാണ് ഞങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത്. സിറ്റിംഗ് MP എന്ന നിലയിൽ MP രാജേഷ് കഴിഞ്ഞ 5 വർഷം ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് അദ്ദേഹം തന്നെ പറയുന്നത് പോലെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. പകരം UDF സ്ഥാനാർത്ഥിക്ക് മേൽക്കൈ നൽകും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ ഘടകങ്ങൾ എന്താണ്? കേരളത്തിലെ സ്റ്റേറ്റ് പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം അത് UDFിന് അനുകൂലമാണ് എന്നുള്ളത് ഞങ്ങളുടെ ഉറച്ച വിശ്വാസമാണ്. ഞങ്ങളൊരു ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ല. ഞങ്ങൾക്ക് എതിരായിട്ടുള്ള ഘടകങ്ങളെല്ലാം തരണം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ കോൺഫിഡൻസോട് കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ശോഭാ സുരേന്ദ്രൻ, BJPക്ക് ശക്തമായ വേരുകളുള്ള മണ്ണാണ് പാലക്കാട്. നിയമസഭാ മണ്ഡലത്തിലടക്കം നഗരസഭയിലടക്കം നിർണായകമായ സാന്നിധ്യമാണ് BJP സംസ്ഥാനത്ത് മറ്റ് എഴുതിർത്തലുകൾ. എന്നിട്ട് പോലും എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് നേരെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം എന്തുകൊണ്ടാണ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താത്തത് എന്നുള്ളതായിരുന്നു. ഇത്തവണ അതിന് ശക്തമായ മറുപടി താങ്കളിലൂടെ മണ്ഡലത്തിൽ വരുന്നു. ശക്തരായ 2 സ്ഥാനാർത്ഥികൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ രാഷ്ട്രീയമായി അനുകൂലമായി കാണുന്ന സാഹചര്യം എന്താണ്? ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് വ്യക്തിപരമായിട്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തെരഞ്ഞെടുപ്പായി ഞാൻ ഇതിനെ കാണുന്നില്ല. ഞങ്ങൾ ഇന്ത്യയിൽ ഉയർത്തിയിട്ടുള്ള ഒരു മുദ്രാവാക്യമുണ്ട്, അത് വോട്ട് ഫോർ മോഡി, വോട്ട് ഫോർ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ താമര ചിഹ്നത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഇവിടെ പ്രസക്തം സ്ഥാനാർത്ഥി എന്നതിലുപരി ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ഇവിടെ ഒരു കാര്യം പാലക്കാടിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ഇത്തവണ മനസ്സിലാക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തരത്തിലും വിശ്വാസക്കുറവില്ല. കാരണം LDF + UDF = UPA എന്നാണ് എന്നുള്ളത് വളരെ നന്നായിട്ട് അറിയാവുന്നവരാണ് പാലക്കാട്ടിലെ ജനങ്ങൾ എന്നുള്ളതാണ്. മറ്റൊന്ന് ശ്രീ വീരേന്ദ്രകുമാറാണ്. അദ്ദേഹം ഗാട്ടും കാണാച്ചരടും എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതി. കോടിക്കണക്കിന് രൂപയ്ക്കാണ് ആ പുസ്തകം കേരളത്തിന്റെ മണ്ണിൽ വിറ്റഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കിനെ, തൂലികയെ പടവാളാക്കിക്കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരന്റെ പക്ഷത്തു നിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകം വിറ്റഴിക്കപ്പെട്ടതെങ്കിൽ ആ ഗാട്ടും കാണാച്ചരടും WTO കരാറും ഉൾപ്പെടെയുള്ള നിരവധിയായ കരാറുകൾ ഈ രാജ്യത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്ന് ഈ രാജ്യത്തെ വിദേശ കുത്തക
കമ്പനികൾക്ക് തീരെഴുതി കൊടുത്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അവസാനം ആർക്കെതിരായിട്ടാണോ താൻ പുസ്തകം രചിച്ചത്, ആർക്കെതിരായിട്ടാണോ അദ്ദേഹം പ്രഖ്യാപനങ്ങൾ നടത്തിയത്, ഇന്ന് അദ്ദേഹം ശ്രീമതി സോണിയ മാഡത്തിന്റെ കൽക്കൽ ചെന്ന് അദ്ദേഹം ഒരു സീറ്റ് നേടിയെടുത്തുകൊണ്ട് ഇവിടെ വന്ന് ജനങ്ങളുടെ മുന്നിൽ, പ്രബുദ്ധരായ ജനങ്ങളുടെ മുന്നിൽ മത്സരിക്കുകയാണ്. ഇവിടെ പല കാര്യങ്ങളും ശ്രീ ഷാഫി പറഞ്ഞപ്പോൾ അതിനൊക്കെ കയ്യടി കിട്ടി. പക്ഷേ മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് പാലക്കാട്ടുകാർക്ക് കിട്ടിയത് എന്ന് ശ്രീ ഷാഫി പറഞ്ഞപ്പോൾ അതിന് മാത്രം കോൺഗ്രസിന്റെ സഹോദരന്മാരെ കൈയടിക്കുന്നത് എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിന് ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കട്ടെ. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കുന്നു, ഞങ്ങളവിടെ ചെല്ലുന്നത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാനല്ല, ഏത് വിധേനയും നരേന്ദ്രമോദി വരുന്നത് തടയാൻ തന്നെയാണ്. പിന്നെ അതിനർത്ഥം UPA-ക്കോ കോൺഗ്രസിനോ പിന്തുണ കൊടുക്കാൻ പോകുന്നു എന്നല്ല. ആർക്ക് പിന്തുണയ്ക്കാൻ കഴിയും ഇന്നത്തെ UPA-യെയും കോൺഗ്രസിനെയും? അങ്ങനെ ആരെങ്കിലും റെയിലിന് മുകളിൽ പോയി തലവെക്കും എന്ന് കരുതാനാവോ? 8 മാസമായി ക്ഷേമ പെൻഷനുകൾ കിട്ടിയിട്ടില്ല. അറിയാമോ, 8 മാസമായി. ഞാൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് ആളുകൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കില്ലേ, അവർ പറയുകയാണ് 8 മാസമായി. LDF ഗവൺമെന്റുള്ളപ്പോൾ കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്നതാണല്ലോ. തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക്, പാവപ്പെട്ട തൊഴിലാളികളാണ്, 150 റുപ്യ കൂലി കിട്ടുന്നവർക്ക് കൂലി കിട്ടിയിട്ട് എത്ര കാലമായി നിങ്ങൾക്ക് അറിയാമോ? അവരതൊക്കെയാണ് നോക്കുന്നത്. അതാണ് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. വിലക്കയറ്റത്തിന്റെ കാര്യം ഞാൻ പറയണ്ട. എന്തിനാണ് അദ്ദേഹം പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന സ്ത്രീകളുടെ മനസ്സിലുണ്ടാവുന്ന ചിത്രം എന്തായിരിക്കും? സ്ത്രീകളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചിത്രം, തെളിഞ്ഞു വരുന്ന ചിത്രം, തങ്ങളുടെ വീട്ടിലെ ഗ്യാസ് അടുപ്പിന്റെ തീ അണച്ച ഒരു ഗവൺമെന്റിന്റെ ചിത്രമായിരിക്കും ഉണ്ടാവുക. ഗാട്ടിനെതിരായി പുസ്തകം എഴുതിയ ആൾ ഇപ്പോ ഗാട്ടിനും WTOയ്ക്കും ഫുഡ് സബ്സിഡി സംബന്ധിച്ച വിവരങ്ങൾ കൊടുക്കാൻ ഒരു ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. ഗവൺമെന്റ് കാൽമുട്ട് വിറച്ചു നിൽക്കുന്നു. ആ ഗവൺമെന്റിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ജനങ്ങളോട് സമാധാനം പറയാൻ ബാധ്യതയില്ലേ? ശ്രീ MP വീരേന്ദ്രകുമാർ എന്ന സ്ഥാനാർത്ഥി സ്വാഭാവികമായും പാലക്കാട്. ശോഭാ സുരേന്ദ്രൻ അവര് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്ഥാനാർത്ഥിയുടെ പേര് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ കൈയടിച്ചില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹം ജയിച്ചിട്ട് കൈയടിച്ച് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അതേ സംബന്ധിച്ച് ഞാൻ കാര്യം. ഞാൻ പറയുന്നു, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികളും, കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെയുള്ള ആളുകൾ പറയുന്നു, ഞങ്ങളുടെ ഗവൺമെന്റിനെ വിലയിരുത്തി ജനങ്ങൾ വോട്ട് ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്ക് പോലും അങ്ങനെ പറയേണ്ടി വന്നെന്നുള്ള ചോദ്യമല്ലേ ഷാഫി? അതായത് PC ചാക്കോ, AICC വക്താവ് പോലും, P ചിദംബരം പോലും UPA സർക്കാരിനെതിരെ വികാരമുണ്ടെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് അത് എന്റെ സർക്കാരിനെ നോക്കി വോട്ട് ചെയ്തു എന്ന് പറയാൻ ഇത് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ലല്ലോ. മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയേണ്ടി വന്നതല്ല, മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതിനെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ അതിനെ കാണാൻ. ചോദ്യമാണ് ഞാൻ ചെയ്തത്, നിയമസഭയിലേക്കുള്ള ചോദ്യമല്ല. ഇപ്പം UPA ഗവൺമെന്റിനെതിരായി പറയുന്ന അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് UPA ഗവൺമെന്റ് തന്നെ പാസ്സാക്കിയ വിവരാവകാശ നിയമമാണ്. ഭക്ഷണം ഇപ്പം നേരത്തെ പറഞ്ഞു, അതിന്റെ സബ്സിഡി കണക്ക് കാണിക്കാൻ പറഞ്ഞു, മുട്ടുവരച്ച് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ലോകത്തെ ഒരു രാജ്യവും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഇത്തരം ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താൻ കഴിയാത്തപ്പോഴാണ് 85 കോടി ജനങ്ങൾക്ക് നേരിട്ട് ഉപകാരം ലഭിക്കുന്ന ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് ഭക്ഷണത്തെ സബ്സിഡൈസ് ചെയ്ത് ഒരു കുഞ്ഞും ഇന്ത്യ രാജ്യത്തിന് പട്ടിണി കിടന്നുറങ്ങരുത് എന്നുള്ള നിലപാട് മുദ്രാവാക്യവുമായി UPA ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയത്. ഞാൻ പറയുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കിയത്, തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. നാളെ UPA 3 അധികാരത്തിൽ വരുമ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് ഭവന പദ്ധതി ഉറപ്പുവരുത്താൻ പോകുന്നു. അപ്പൊ അതൊക്കെ അവകാശങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഔദാര്യങ്ങളല്ലാതെ അവകാശങ്ങളായിട്ട് റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് ഈ ഗവൺമെന്റ് ഉണ്ടായിരുന്നുള്ള വസ്തുത. അപ്പൊ ഞങ്ങൾ ധൈര്യത്തിൽ തന്നെയാണ് UPA ഗവൺമെന്റിനെയും ജനങ്ങൾ വിലയിരുത്തട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ മതി. അല്ല, ഇവിടെ ഇപ്പോൾ നമ്മുടെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് സരിത കൊടുത്ത കോൺഫിഡൻസ് ആണ്. 22 പേജുള്ള മൊഴി അത് എങ്ങനെയൊക്കെ അവതരിപ്പിക്കണമെന്നും ആരെയൊക്കെ ഈ കേസിൽ നിന്ന് രക്ഷിക്കണമെന്നും ബഹുമാനായിട്ടുള്ള ഉമ്മൻചാണ്ടി പറഞ്ഞതിനെ അടിസ്ഥാനമാക്കിയിട്ട് സരിത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്, ശരിയാണ്. അതല്ലാതെ ഇന്ത്യയിൽ നടക്കുന്ന, ഭാരതത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP വെക്കുന്ന ഞങ്ങളുടെ നയങ്ങൾ, ആ നയപരിപാടിക്ക് എതിരായി കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും ഒരു കാര്യം ഈ രാജ്യത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പിന്നെ ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞത്, ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു വന്ന 60 വർഷം ഇന്ത്യ മഹാരാജ്യം 60 വർഷം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചിട്ട് ഈ രാജ്യത്ത് ഇന്നും പട്ടിണിക്കാരൻ, അവൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ, ഒരു വ്യക്തിയുടെ പ്രതിശീർഷ വരുമാനം, ആളോഹരി വരുമാനം വെറും 25 രൂപ മാത്രമാണ് നോർത്ത് ഇന്ത്യയിലെ വിവിധങ്ങളായിട്ടുള്ള ഗ്രാമങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ. ഈ ഒരു സാഹചര്യം ഈ രാജ്യത്തിന്റെ മുന്നിൽ സൃഷ്ടിച്ചു കൊടുത്തത് ഈ അഴിമതിക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാരാണ്. ഇതില് ബഹുമാനായിട്ടുള്ള രാജേഷിന്റെ പാർട്ടി 5 കൊല്ലം സഹായിച്ചു കൊടുത്തു. അപ്പോൾ ബഹുമാനായിട്ടുള്ള ഈ സഖാവിനെ ജയിപ്പിച്ച് മുന്നോട്ട് വിടുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പ്രാവർത്തികമാക്കും. നരേന്ദ്രമോദിജിക്ക് എതിരായിക്കൊണ്ട് കൈപ്പോക്കും. അത് ശ്രീമതി സോണിയാഗാന്ധിയുടെ ആശീർവാദ പ്രകാരം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഒക്കെ പറയുന്നതിനനുസരിച്ചായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പാലക്കാട് 5 കൊല്ലം MP ആയിരുന്നിട്ടും 3 കൊല്ലം മാത്രം MLA ആയിരുന്ന ഷാഫി പറമ്പിലിനോട് പാലക്കാട് വികസനത്തിനെ കുറിച്ച് സംവാദത്തിൽ ഏർപ്പെടാൻ വെല്ലുവിളിച്ചപ്പോൾ അത് സ്വീകരിച്ചിട്ട് അത് കോച്ച് ഫാക്ടറി മാത്രം സമ്പാദിച്ചാൽ മതി എന്ന് MV രാജേഷ് പറഞ്ഞത് ഷാഫി പറമ്പിലിന്റെ വികസനത്തെ കണ്ട് കണ്ണുനള്ളി പേടിച്ചിട്ടല്ലേ? കോച്ച് ഫാക്ടറിയെ സംബന്ധിച്ച് സംവാദത്തിനുള്ള സാഹചര്യം എന്തായിരുന്നു? ബഹുമാനപ്പെട്ട ഷാഫി
ബഹുമാന്യനായ MLA അദ്ദേഹം പറഞ്ഞു കോച്ച് ഫാക്ടറി വരാത്തതിന്റെ ഉത്തരവാദി MP ആണ് എന്ന്. ഞാൻ പറഞ്ഞു നമുക്ക് സംവാദം നടത്താം. MP എന്ത് ചെയ്തു? ഇനി MP ചെയ്യാത്തത് എന്താണ്? MP എന്ത് ചെയ്യാത്തത് കൊണ്ടാണ് കോച്ച് ഫാക്ടറി വരാത്തത്? നമുക്ക് സംവാദം നടത്താം. ഞാനാണ് വെല്ലുവിളിച്ചത്, അദ്ദേഹമല്ല. MP-യുടെ അധികാര പരിധിക്ക് അപ്പുറമുള്ള ഇടപെടലുകൾ നടത്തിയത് എണ്ണിപ്പോ പറയാൻ സമയങ്ങൾ തന്നാൽ മതി, ഞാനിപ്പോ പറഞ്ഞോളാം. കോച്ച് ഫാക്ടറിയെ കുറിച്ച് താങ്കളുടെ തന്നെ മുൻ MP ആയിരുന്നു, പാർട്ടിയിലെ മുൻ MP ആയിരുന്നു ശ്രീ NN കൃഷ്ണദാസ് കൂടി താങ്കളെ വിമർശിച്ചാണ് ഞങ്ങൾക്ക് പരിചയം. അതിന്റെ കാരണവും രാഷ്ട്രീയം മാത്രമായിരുന്നു. അദ്ദേഹം എന്നെ വിമർശിച്ചിട്ടില്ല, അദ്ദേഹം എന്നെ വിമർശിച്ചിട്ടേ ഇല്ല. അത് ആ വിവാദത്തിന്റെ ഗ്യാസ് പോയിട്ട് കുറച്ചായല്ലോ, ഇനി അത് ഉയർത്തിക്കൊണ്ടുവരാൻ അത് ഉയർന്നു വന്നതുകൊണ്ട് ഞാനിത് ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണി അദ്ദേഹത്തിന്റെ വീടിന്റെ തിണ്ണ ഒരുപാട് കയറി ഇറങ്ങിയ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു ഏറ്റവും നല്ല പ്രപ്പോസലാണ്, ഏറ്റവും പ്രായോഗികമായ പ്രപ്പോസൽ ഇതാണ്, ഇത് മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ, രാജേഷ് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. എനിക്കിത് പറയാൻ മടിയൊന്നുമില്ല, അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അത് കഴിഞ്ഞു ഞാൻ പവൻകുമാർ ബൻസലിനെ അന്നത്തെ റെയിൽവേ മന്ത്രിയെ കണ്ടു. പാർലമെന്റിൽ ഞാൻ ഈ നിർദ്ദേശം വെക്കൂ, ഐ എം ഓപ്പൺ ടു ഓൾ സജഷൻസ്. അദ്ദേഹം പറഞ്ഞു 2013 ഏപ്രിൽ 22 സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു കത്തും 16 പേജുള്ള വിശദമായ കൺസെപ്റ്റ് പേപ്പറും റെയിൽവേ ബോർഡിന് അയച്ചു. ആ കൺസെപ്റ്റ് പേപ്പറിൽ പറയുന്നത് 18 മാസം കൊണ്ട് ഫാക്ടറി യാഥാർത്ഥ്യമാകാം, വെറും 18 മാസം കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിയും, 74% ഓഹരി ഞങ്ങളെടുക്കാം. 74% എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വില മാത്രമേ റെയിൽവേ കൊടുക്കണ്ടൂ. പിന്നെ വിശദാംശങ്ങൾ പറയുന്നില്ല. ഇത് മുന്നോട്ട് വെച്ചു, ഒരു നടപടിയും കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായില്ല. പാലക്കാട് കോച്ച് ഫാക്ടറിയെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാടുകൾ ഇതിനു മുമ്പ് ഞങ്ങൾ പല യോഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, പല പത്രങ്ങളിലും പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട്. അന്നൊന്നും ഇതൊരു വിവാദമാവാതിരിക്കാനും ഇതൊരു ചർച്ചയിലേക്ക് വരാതിരിക്കാനും പ്രധാനപ്പെട്ട കാരണം ഞങ്ങളാണ് പറഞ്ഞത് ഞങ്ങൾ പ്രതിപക്ഷത്താണെന്നുള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ട് കോച്ച് ഫാക്ടറി വീണ്ടും ഒരു വിവാദത്തിലേക്ക് വന്നു? എങ്ങനെ വന്നു? സഖാവ് NN കൃഷ്ണദാസിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടി അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞു അതില്ലാത്ത വിവാദമാണ്, അതിന്റെ ഗ്യാസ് തീർന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. കോച്ച് ഫാക്ടറിയുടെ രാഷ്ട്രീയം തന്നെയാണ് അത്. പറഞ്ഞോളൂ ഷാഫി. പറഞ്ഞോളൂ ഷാഫി. ഇത് പാലക്കാട്ടെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. MP അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു, ഞാൻ എന്റെ നിലപാട് പറയണ്ടേ? ഇത് ശരിയല്ല. നമ്മൾ ക്ഷമയോടെ കേൾക്കുന്നത്. ഒരു മിനിറ്റ്. അത് രാഷ്ട്രീയം തന്നെയാണ്, അത് ചർച്ച ചെയ്യും. ശരി, കോച്ച് ഫാക്ടറിയിലേക്ക് മാത്രമായി എന്റെ ചർച്ച കൊണ്ടുപോകുന്നില്ല. ഞാൻ പൊളിറ്റിക്സ് രാഷ്ട്രീയം തന്നെയാണ് ചോദിച്ചത് ഷാഫി. ഇത് BJP സെയിലിന്റെ പേരിൽ ചില ആളുകൾ മേനി നടിച്ച് നടക്കുകയാണെന്നുള്ളത് പറഞ്ഞ് ഞങ്ങളാരുമല്ല. ഞാൻ ഈ നിൽക്കുന്ന MP-യെ പറ്റി വ്യക്തിപരമായി സ്വകാര്യ സംഭാഷണത്തിലോ അല്ലാതെയോ വ്യക്തിപരമായ ഒരു കാര്യം ഞാൻ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. പൊളിറ്റിക്കലായിട്ട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം അത് പറയാന്നുള്ളതല്ലാണ്ട് പേഴ്സണലായി പറഞ്ഞിട്ടില്ല. എന്നിട്ട് NN കൃഷ്ണദാസ് ആഡ് ചെയ്യുന്നു ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള പൊളിറ്റിക്കൽ വിൽ പവർ വേണം, കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം, ഹോണസ്റ്റി വേണം എന്നുള്ളത്. ഹോണസ്റ്റി ഇല്ല, കമ്മിറ്റ്മെന്റ് ഇല്ല, വിൽ പവർ ഇല്ല. ഞാൻ പറഞ്ഞ ഈ സാഹചര്യത്തിലാണ് ഇതൊരു വിവാദമായത്. ഞാൻ അതേ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത്, എനിക്ക് സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പത്രസമ്മേളനത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ മുഴുവൻ ഉത്തരവാദിത്വം MP-യും കോട്ടങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ എന്ന നിലപാട് ശരിയല്ല. ഇവിടെ നിന്ന് 1/2 ഡസനിലധികം വരുന്ന കേന്ദ്രമന്ത്രിമാർ എന്ത് പണിയെടുക്കാനാണ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പോയിരിക്കുന്നത്? 8 മന്ത്രിമാരല്ലേ? ശ്രീ ശശി തരൂർ ഉൾപ്പെടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള കേന്ദ്രമന്ത്രിമാരുണ്ട്, അതായത് MLA ആയിട്ടില്ല, MP ആയിട്ടില്ല. പക്ഷേ ഈ കോച്ച് ഫാക്ടറിയെ കുറിച്ച് ഞങ്ങളുടെ നേതാവ് ശ്രീ നരേന്ദ്രമോദിജിയുമായിട്ട് ഞാൻ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അഹമ്മദാബാദിൽ വെച്ച് ഡിസ്കഷൻ നടത്തി. അദ്ദേഹം പറഞ്ഞത് ഇവിടെ സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രധാനമന്ത്രിയായാൽ ഈ കോച്ച് ഫാക്ടറി ഇവിടെ വരും. പക്ഷെ പാലക്കാടിലെ സഹോദരന്മാർ താമരയ്ക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചാൽ 3 വർഷം കൊണ്ട് ഈ കോച്ച് ഫാക്ടറി കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും. കൃഷ്ണദാസ് ഉദ്ദേശിച്ചത് കേരളത്തിൽ നിന്ന് പോയ 8 കേന്ദ്രമന്ത്രിമാരുടെ വിൽപ്പവറില്ലായ്മ പറഞ്ഞിട്ടില്ല. അത് ഇപ്പൊ ചോദിച്ചാൽ വ്യക്തമാക്കും. അപ്പോ അല്ല, ഞാൻ പറയാം. ഒരു മിനിറ്റ്. കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ ചോദ്യം ശ്രീ MP രാജേഷിനോടാണ്. അങ്ങ് പ്രാതിനിധ്യം ഉണ്ടായിരുന്ന പല സമിതികളിലും ചർച്ച ചെയ്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ തന്നെ കസ്തൂരി രംഗൻ റിപ്പോർട്ടും നടപ്പിലാക്കിയത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് എന്ന് ആ റിപ്പോർട്ടിൽ തന്നെ എഴുതി ചേർത്തിരിക്കുന്നു. അങ്ങ് എന്തുകൊണ്ട് അതിനെതിരെ ഒരു ശബ്ദമുയർത്താൻ തയ്യാറായില്ല? ഏതെങ്കിലും പാർലമെന്ററി കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ചല്ല റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യണം എന്ന് പാർലമെന്ററി കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടത് ഞാനാണ്. ഇതിനെതിരായിട്ടുള്ള നിലപാടുള്ളത് കൊണ്ട് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി ചർച്ച നടത്തിയിട്ടുണ്ട്, നിരവധി യുദ്ധം ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. ശ്രീ ജയറാം രമേശ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ യുദ്ധം നടന്നത്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടി വാശി പിടിച്ചു. മലയാളിയായ ഡോക്ടർ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുമായിട്ട് നല്ല യുദ്ധം തന്നെ പാർലമെന്ററി കമ്മിറ്റിയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അവിടെ ചർച്ചയ്ക്ക് വന്നത്. 1 2
ഇക്കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമല്ലേ? കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ ഒരു മനുഷ്യനെയും കുടിയിറക്കാൻ, ഒരു കൃഷിക്കാരനെയും ഈ വില്ലേജുകളിൽ നിന്ന് കുടിയിറക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. 40 ലക്ഷത്തിലധികം വരുന്ന കർഷകർ സമരമുഖത്താണ്. ഇന്ന് ഈ അവസാന നിമിഷം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോഴാണോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി UDF നേതൃത്വം ശ്രമിക്കേണ്ടത്? 6 സ്റ്റേറ്റിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം. ആ ഒരു സംരക്ഷണത്തിന്റെ മുദ്രാവാക്യം കേരളത്തിൽ ഉയരാൻ തുടങ്ങിയിട്ട്, രാജ്യത്ത് ഉയരാൻ തുടങ്ങിയിട്ട് അടുത്ത കാലത്തൊന്നുമല്ല, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അതുണ്ട്. ആ 6 സംസ്ഥാനങ്ങളിലും കേരളം എന്ന് പറയുന്ന സംസ്ഥാനവും സംസ്ഥാന ഗവൺമെന്റും ഇടപെട്ടതുപോലെ ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിക്കുക. ഒരു ഗവൺമെന്റും ഇടപെട്ടിട്ടില്ല. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ കേരളത്തിലെ പ്രബല നേതാവ് MP വീരേന്ദ്രകുമാർ അല്ല. ആ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ കേരളത്തിലെ പ്രബലനായ നേതാവ് VS അച്യുതാനന്ദനാണ് എന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും ഈ ഇഷ്യൂവിനെ പൊളിറ്റിസൈസ് ചെയ്ത് ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്തി ഞങ്ങൾക്കെതിരായിട്ട് വോട്ട് ഉണ്ടാക്കാമെന്നായിരുന്നു പലരുടെയും ധാരണ. ഘടകകക്ഷികളെ ചാടിക്കാൻ ശ്രമിച്ചു, അതിനുവേണ്ടി വാതിൽ തുറന്നിട്ടു. കസ്തൂരി രംഗൻ ഇറങ്ങിയത് മാത്രമല്ല, ആ തുറന്നിട്ട വാതിലൂടെ RSP ഞങ്ങളുടെ കൂടെ വരികയാണ് ചെയ്തത്. അല്ല, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അതിന് കാഴ്ചപ്പാടുണ്ട്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, മാധവ് ഗാഡ്ഗില് കർഷകർക്കിടയിലേക്ക് കടന്നു വന്നു, കൃഷിഭൂമിയിലേക്ക് കടന്നു വന്നു, കൃത്യമായ പരിശോധന നടത്തിക്കൊണ്ട് ഈ പശ്ചിമഘട്ട പർവ്വതനിരകളെ സംരക്ഷിച്ച് നിലനിർത്തിയാലും ഈ സമൂഹത്തിലെ ഹരിതാപം നിലനിർത്തിയാൽ മാത്രമേ ഭാവി തലമുറയ്ക്ക് ജീവിക്കാൻ സാധിക്കൂ. നമുക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ. ഇത് കൃത്യമായി പഠിച്ചിട്ടാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഈ റിപ്പോർട്ട് മലയാളത്തിലാക്കിയിട്ട് നമ്മുടെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ലേ, ഇത് കോർപ്പറേഷനുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്കകത്ത്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾക്കകത്ത് ഇത് വിതരണം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് പ്രതിപക്ഷം അതിനുവേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം ഇവിടെ പച്ചപ്പ് നിലനിന്നേ പറ്റൂ. അനധികൃത പാറമടകളും കോറികളും ഒക്കെ ഇന്ന് അമ്മയുടെ മാറിടം തുറന്നെടുക്കുകയാണ്. അടുത്ത തലമുറയ്ക്ക് ജീവിക്കണ്ടേ? ഒരു കാര്യം, കർഷകരെ കുടിയൊഴിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് കർഷകരെ വെറുതെ ഭയപ്പെടുത്തിയിരിക്കണം. പാലക്കാട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ, പാലക്കാട് ഈ പറഞ്ഞ പോലെ 10 വില്ലേജിലധികം ഈ പരിധിയിൽ വരുന്ന ഒരാളെന്ന നിലയിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞു. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ആദ്യമായിട്ട് അത് ഒന്ന് മലയാളത്തിൽ പബ്ലിഷ് ചെയ്തിട്ട് എല്ലാ കർഷകരിലേക്കും എത്തിക്കട്ടെ ഗവൺമെന്റ്. അതിനുള്ള പദ്ധതി എടുക്കട്ടെ. അതിന് ആരെയും കുടിയിറക്കാനുള്ള പദ്ധതിയില്ല. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി പ്രായാധിക്യം കൊണ്ടായിരിക്കും വരാൻ കഴിയാത്തത്. അനാരോഗ്യമാണ്. MP വീരേന്ദ്രകുമാറിന് പ്രായാധിക്യം കൊണ്ടാണ് ഇവിടെ എത്താൻ കഴിയാതെ പോയത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും ബഹുമാനപ്പെട്ട ഒരു സുഹൃത്തിനും വേണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രായാധിക്യം ബാധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താതെ വെറുതെ ഇരിക്കുകയല്ല. അതുകൊണ്ട് അത് പറഞ്ഞ് തോപ്പിക്കാൻ കഴിയുമെന്ന് മുമ്പ് MP വീരേന്ദ്രകുമാർ ഇവരുടെ മുന്നണിയിലായിരുന്നപ്പോ MP വീരേന്ദ്രകുമാർ മഹാനായിരുന്നു. ഇവിടെ LDF UDF നയങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ. അപ്പൊ പ്രകടന പത്രികയിൽ പറയാത്ത പലതും കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് നമ്മൾ അനുഭവിച്ചാണ്. ഇത്തവണ പ്രകടന പത്രികയിൽ പറയാത്ത പെട്രോളിന് വിലകയറ്റൽ, പാചകവാതകം വിലയിട്ട് തുടങ്ങി എന്തൊക്കെയാണ് പ്രകടന പത്രികയിൽ പറയാത്ത വിലക്കയറ്റം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഇവിടെ തുടങ്ങാൻ തോന്നുന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, പാലക്കാടുകാർ ഉന്നയിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളുണ്ട്, സംസ്ഥാന രാഷ്ട്രീയത്തിലെ ചോദ്യങ്ങളുണ്ട്. പക്ഷേ പാലക്കാട് BJP നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വോട്ട് കച്ചവടം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ശക്തമായി പലപ്പോഴും ഉയർന്നിട്ടുള്ള മണ്ഡലമാണ് പാലക്കാട്. ഇത്തവണ പാലക്കാട്ടെ വോട്ടർമാർക്ക് മുന്നിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിക്ക് നൽകാനുള്ള ഉറപ്പെന്താണ്? ബഹുമാനായ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയെ അതിക്രൂരമായിട്ട് ബലാത്സംഗം നടത്തി ചാക്കില് കെട്ടി ഓഫീസിനകത്ത് സൂക്ഷിച്ച ഒരു നാടായി ഈ കേരളം മാറിയിരിക്കുക. TP ചന്ദ്രശേഖരന്റെ ഭാര്യ രമ, അവര് ഈ സമൂഹത്തിന്റെ മുന്നിൽ കരഞ്ഞതും പറഞ്ഞതും ഈ സമൂഹത്തിന്റെ മുന്നിൽ നിലനിർത്തിയാണ്. സ്ത്രീകളുടെയും അവരുടെയും ചിന്ത അത് ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് മാറി. എന്തേ ശ്രീ മുല്ലപ്പള്ളി പറഞ്ഞത്? ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് TP ചന്ദ്രശേഖരൻ കേസിൽ പരൽമീനുകളെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ, വമ്പൻ സ്രാവുകൾ രക്ഷപ്പെട്ടു എന്ന്. എന്താ ഉമ്മൻചാണ്ടി, ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പിടിച്ചാൽ? അപ്പോ അത് ഞങ്ങൾ പിടിക്കില്ല, ഞങ്ങളുടെ ആഭ്യന്തര വകുപ്പ് പിടിക്കില്ല എന്നുള്ള തീരുമാനമെടുത്തും എല്ലാം കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യും, പാലക്കാട്ടിലെ ജനങ്ങളും ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ സ്ത്രീ വോട്ടർമാർ കൂടി ഉണ്ട് ഈ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിനകത്ത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്ത്രീകൾക്ക് വേണ്ടി കൂടി, സ്ത്രീകളുടെ വിഷയങ്ങൾ കൂടി ഉന്നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്.
ശ്രീ ഷാഫി പറമ്പിൽ, അവസാനമായി കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസ് തന്നെയാണ് തോൽപ്പിച്ചത് എന്ന വിമർശനം വ്യാപകമായി ഉണ്ടായിരുന്നു. ഇത്തവണ UDF സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസിന്റെ മുഴുവൻ വോട്ടും കിട്ടും എന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ? UDF കാൻഡിഡേറ്റ് പാലക്കാട് വന്നത് മുതലുള്ള സംഭവങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ വൈഡ്ലി അക്സെപ്റ്റഡ് ആണ്. കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, ജനങ്ങൾ മുഴുവൻ അക്സെപ്റ്റഡ്. അവഗണനയുടെ ഒരു ചരിത്രം മാറ്റി പരിഗണനയുടെ ഒരു സ്വാതന്ത്ര്യം ഈ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അനുകൂലം. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കേരളീയൻ ഒരു കാലത്തിലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവാത്തത് രാജ്യത്തിന്റെ മതേതര വികാരത്തിലാണ്. ഒരു സമൂഹത്തിൽപ്പെട്ട ആളുകൾ എന്റെ കാറിനടിയിൽപ്പെട്ട പട്ടികൾക്ക് തുല്യമാണ് എന്ന് പ്രസംഗിക്കുന്ന ആളുകളല്ല. ഇന്ത്യൻ പതാകയാണ് എന്റെ മതം എന്ന് പറയുന്ന രാഹുൽ സെക്യുലർ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്ന പട്ടാളക്കാരനോട് താല്പര്യമുള്ള ആളുകളാണ് കാർഗിൽ യുദ്ധം എന്ന പാരുടെ ശവപ്പെട്ടിയിൽ കുംഭകോണം കാണിച്ചത്. എനിക്ക് രാഷ്ട്രീയമായി ചോദിക്കാനുള്ളത്, താങ്കൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഈ ചർച്ചയിൽ ഒരുപാട് തവണ പറഞ്ഞു. രാഹുൽ ഗാന്ധി എന്ന് ഇപ്പോൾ ആദ്യമായിട്ടാണ് പറയുന്നത് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്നു എന്ന് AICC വക്താവ് തന്നെ പറയുന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിന്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് യുവ നേതാവായ ശ്രീ ഷാഫി പറമ്പിൽ പോലും വിശ്വാസമില്ല. തീർച്ചയായും അതാണ് ചോദിക്കുന്നത്. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ഈ ഒരു ഡിസ്കഷന്റെ ഒരു ഓർഡർ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് എന്തെല്ലാം കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഉന്നയിക്കുമ്പോഴും ഒരു കാര്യത്തിൽ എനിക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്താ, നമ്മളെ ജാതിയും മതവും അനുസരിച്ച് വേർതിരിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവല്ല. രണ്ട് രാജ്യത്തെ യുവാക്കളുടെ റെപ്രസെന്റേഷൻ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിലും പാർട്ടികളിലും ഉറപ്പുവരുത്താൻ വേണ്ടി നിരന്തരം നിലപാടെടുക്കുന്ന ഒരു നേതാവാണ്. അപ്പൊ ആ ക്വാളിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഇവര് പറഞ്ഞ പ്രായാധിക്യം വീരേന്ദ്രകുമാറിനെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ രാജ്യം ഭരിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. അന്ന് രാഹുൽ ഗാന്ധിക്ക് വോട്ട് വരെ ചെയ്യട്ടെ. അപ്പൊ ആ പറയുന്നതിനൊന്നും അർത്ഥമില്ല. ഞാൻ പറയുന്നത് ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ്. അത് സെക്യുലർ. ലാൽകൃഷ്ണ അദ്വാനി അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷി അവർക്കൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത നരേന്ദ്രമോദിയെ രാജ്യം മുഴുവൻ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാവൂ ഇല്ല. ഇടതുമുന്നണിയുടെ MP പാർലമെന്റിൽ പോകുന്നത് ഒന്നാമതായി ഇന്ത്യയിലെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഒരു ജഗദംബിക പാൽ ഉൾപ്പെടെ 2 ഡസൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇതിനകം BJP-യിലേക്ക് പോയി കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോ BJP ഇന്ത്യയിൽ അധികാരത്തിൽ വരില്ല എന്നുറപ്പിക്കാൻ ഇടതുപക്ഷത്തിന്റെ സ്വാധീനവും അംഗബലവും വർദ്ധിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ 34 തവണ പെട്രോളിന്റെ വില കൂട്ടി, ഏതാണ്ട് 26 തവണ ഡീസലിന്റെ വില കൂട്ടി, പാചകവാതകത്തിന്റെ വില 1360 രൂപയാക്കി മാറ്റി, ആധാർ കാർഡിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ പെരുവഴി ആധാരമാക്കി മാറ്റുന്നു. ഇതിനെല്ലാം എതിരായി ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഒരുതാൻ ഇടതുപക്ഷത്തിന്റെ അംഗബലം പാർലമെന്റിൽ പങ്കെടുത്ത എല്ലാവർക്കും ശ്രീ ഷാഫി പറമ്പിൽ MLA, ഒപ്പം തന്നെ ആശംസകൾ ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ശ്രീ MP രാജേഷ്. വളരെ വ്യക്തമായി തന്നെ പാലക്കാടിന്റെ രാഷ്ട്രീയം, പാലക്കാടിന് ചോദിക്കാനുള്ള പ്രത്യേകമായ രാഷ്ട്രീയം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അതിന് ചൂട് കൂടുതലാണ്, മൂർച്ച കൂടുതലാണ്. പക്ഷേ അതിനുള്ള ഉത്തരം തീവ്രമായ പോരാട്ടത്തിലൂടെ ഇത്തവണ പാലക്കാട് നൽകും എന്നുള്ളത് ഉറപ്പാണ്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട്, അത് പങ്കുവെച്ചുകൊണ്ട് കോടിപ്പട സമാപിക്കുന്നു. നമസ്കാരം.